നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കന്യാകുമാരി ജില്ലയിൽ കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൊല്ലങ്കോടാണ് സഹസ്രതാപങ്ങൾ പഴക്കമുള്ള കൊല്ലങ്കോട് വെങ്കനി വട്ടവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഒരു ദേശത്ത് ഒരു ദേവിക്ക് രണ്ട് ക്ഷേത്രങ്ങളുള്ള ഒരേ ഒരു സ്ഥലവും കൊല്ലങ്കോട് മാത്രം. അവിടെ നിന്നാൽ അറബിക്കടലിന്റെ രൗദ്രസംഗീതം കേൾക്കാം. കലിംഗരാജപുരം എന്നാണ് ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. കലിംഗ യുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം കലിംഗ സാമ്രാജ്യത്തിൽ നിന്നും എത്തിയവർ ഇവിടെ സ്ഥിരതാമസമാക്കിയെന്നും അവരുടെ ആരാധനാമൂർത്തിയായിരുന്ന കൊല്ലങ്കോട്ടമ്മയെന്നും ഐതിഹ്യം. കൊല്ലങ്കോട്ടെ ദേവിക്ക് രണ്ടു ക്ഷേത്രങ്ങൾ. കൊല്ലങ്കോട് വട്ടവിളയിലുള്ളത് മൂലക്ഷേത്രവും വെങ്കനിയിലുള്ളത് ഉത്സവക്ഷേത്രവുമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പിള്ളത്തൂക്കം. മീനഭരണി നാളിലാണ് ചരിത്രപ്രസിദ്ധമായ ചടങ്ങ്. പിള്ളത്തൂക്കം ആദ്യമായി ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. സന്താനലാപ്തിക്കും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി നടത്തുന്നതാണ് ഈ നേർച്ച. തൂക്കക്കാരന് 10 ദിവസത്തെ വ്രതമുണ്ട്. ഇതിൽ 7 ദിവസം ക്ഷേത്രത്തിൽ തന്നെ കഴിയണം. പച്ചയും ചുവപ്പും നിറത്തിലുള്ള പട്ടാണ് വേഷം. രാവിലെയും വൈകിട്ടും നമസ്കാരമുണ്ട്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് തൂക്കുന്നത്. ഇരട്ട വില്ലുകളാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ വില്ലുകളെ തടി കൊണ്ടുള്ള രഥത്തിൽ ഘടിപ്പിക്കുന്നു. തൂക്കുകാരന്റെ കയ്യിൽ നേർച്ച തൂക്കത്തിനുള്ള കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് തൂക്കക്കാരൻ ക്ഷേത്രത്തിനു ചുറ്റും 40 അടി പൊക്കത്തിൽ പ്രദക്ഷിണം വയ്ക്കും. ഇതാണ് പിള്ളത്തൂക്കം. 8 പേരാണ് ഒരു പ്രാവശ്യം ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. ആദ്യത്തെ തൂക്കം ദേവിക്കുള്ളതാണ്. അതിൽ കുട്ടികൾ ഉണ്ടാകില്ല. തൂക്കത്തിലായി മൂലക്ഷേത്രത്തിൽ നിന്നും ഭക്തി നിർഭരമായ എഴുന്നള്ളത്തുണ്ട്. 1359 തൂക്ക നേർച്ചകളാണ് ഉള്ളത്. രാവിലെ 5-ന് പച്ചപ്പന്തലിൽ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് 6:30-ന് തൂക്ക നേർച്ച ആരംഭിച്ചു.